ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP-UP ഷോർട്ട് ലിസ്റ്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളും തന്നെ വന്നിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രമേ വരാനുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിൽ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഉള്ളവരുണ്ടായിരുന്നു. എന്നാൽ ഷോർട്ട് ലിസ്റ്റിൽ വരാത്തവരുണ്ട്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർ സപ്ലിമെന്റ് ലിസ്റ്റിലേക്ക് തള്ളപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പല ഉദ്യോഗാർത്ഥികളും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല. പ്രസ്തുത ക്ലാസ് ഉദ്യോഗാർത്ഥികളെ കണ്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. ഒരു ദിവസം ധാരാളം കോളുകളാണ് എനിക്ക് വരാറുള്ളത്. കാരണം പല ഉദ്യോഗാർത്ഥികളും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കട്ട് ഓഫ് മാർക്ക് എനിക്കുണ്ട്, എനിക്ക് ആ പരീക്ഷയ്ക്ക് എനിക്ക് അതിനേക്കാളും കൂടുതൽ മാർക്കുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ കൂട്ടി വച്ചിരുന്ന മാർക്കിനേക്കാളും താഴെയാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്, എന്നിട്ട് ഞാൻ മെയിൻ ലിസ്റ്റിലില്ല. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്കുണ്ട്, എന്നാൽ ഞാൻ സപ്ലിമെന്റ് ലിസ്റ്റിലേക്ക് തള്ളപ്പെട്ടു. ഇങ്ങനെ പറയാം ധാരാളം കുട്ടികൾ വളരെ വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി വിളിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട് എങ്കിൽ ഓരോ ജില്ലയിലുമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. ഏത് ജില്ല ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് ജില്ലയിൽ ഉള്ള ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, തങ്ങളുടെ ജില്ലയിൽ വന്ന കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്മേല് പരാതി സമർപ്പിക്കാം. നിങ്ങളുടെ പരാതി സത്യസന്ധവും നീതിയുക്തവുമാണെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളല്ലാതെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിപ്പിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങൾക്ക് അതിന്മേൽ പരാതി സമർപ്പിക്കാം. പരാതി സമർപ്പിക്കണമെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ OMR ഷീറ്റ് എടുപ്പിക്കണം. നിങ്ങളുടെ OMR ഷീറ്റ് എടുപ്പിക്കണം. OMR ഷീറ്റ് എടുപ്പിച്ചതിന് ശേഷം OMR ഷീറ്റിൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് കൃത്യമായും വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും OMR ഷീറ്റ് വഴി. അപ്പോൾ ആ OMR ഷീറ്റിന്റെ കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ഉറപ്പുവരുത്തുക. നിങ്ങൾ ഉറപ്പുവരുത്തുക കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് പ്രസ്തുത OMR ഷീറ്റ് വെച്ച് തന്നെ കോപ്പി വെച്ച് തന്നെ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഓരോ PSC ഓരോ ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും അവരവരുടെ ജില്ലാ ഡിസ്ട്രിക്ട് ഓഫീസുകളിൽ പരാതി സമർപ്പിക്കാം. ആ പരാതി കൃത്യമായിട്ട് പരാതി സമർപ്പിച്ച് സത്യസന്ധവും നീതിയുക്തമായ പരാതിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതിന് യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥിയും പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലിസ്റ്റിൽ വരാം. ലിസ്റ്റിൽ വന്നാൽ പരമാവധി അഡ്വൈസ് പോയാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എത്രാമതാണോ വരുന്നത്, നിങ്ങളുടെ സ്ഥാനം വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലിയും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൃത്യമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തതാണ്. പക്ഷേ പല ഉദ്യോഗാർത്ഥികളും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് കോളുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരിക്കൽ കൂടി ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അക്കാഡമിയുടെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.